ആദ്യം ആൾക്കാർ ഈ MDMA പോലുള്ള രാസലഹരി അല്ല കഴിക്കുന്നത്, ബ്രൗൺ ഷുഗറോ കൊക്കൈനോ അതല്ലെങ്കിൽ അതേപോലുള്ള കഞ്ചാവോ അങ്ങനെയുള്ള സാധനങ്ങളല്ല. നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ വരാന്തിൽ സ്കൂളിലെ കുട്ടികൾ, ഇപ്പോൾ പഴഞ്ഞി സ്കൂളിലെ കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ കാണുമ്പോൾ ഞാനൊരു സംഭവം വിജയകുമാർ ഓർത്തു പോവുക. ഈ പഴഞ്ഞി സ്കൂളിലെ ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് എല്ലാം കൂടെ തീരുമാനിച്ച് ആ സ്കൂൾ നിലനിർത്തുകയും ഇപ്പോൾ മക്കളെല്ലാം അവിടെ പഠിക്കല്ലേ. പഴഞ്ഞി സ്കൂൾ കീ പറയടാ കൊച്ചാ, പഴഞ്ഞി സ്കൂൾ കീ, പഴഞ്ഞി സ്കൂൾ കീ, പഴഞ്ഞിയല്ലേ, പെങ്ങാമുക്കാണ്. പെങ്ങാമുക്ക് സ്കൂൾ കീ, അതാ പഴങ്ങഞ്ഞി കുടിച്ചോല്ലോ അവർ നിന്നത്. ഞാൻ ഈ പഴഞ്ഞി എന്ന് പറയുമ്പോഴേ പെങ്ങാമുക്ക് സ്കൂൾ കീ ജയ്. നമ്മുടെ റിപ്പോർട്ടർ സൂരജ് സജി എന്നെ തെറ്റിദ്ധരിപ്പിച്ചാൽ തോന്നുന്നു. സൂരജിക്ക് മാപ്പ്. ഇല്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ തൃശ്ശൂർ ആകാശവാണി നിലയത്തിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഈ പെങ്ങാമുക്ക് എന്നൊക്കെ ഒരുപാട് ശ്രോതാക്കളുടെ കത്തുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ഒരു കവിയത്രി, അന്നൊരു ടീച്ചറാണ് അവിടെ നിന്ന്, ഒരു കെ സരസ്വതി എന്നൊരു ടീച്ചർ അവിടെ വന്ന് കവിത വായിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്കൂളിലെ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പെങ്ങാമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ അമ്മമാരറിയേണ്ട ഒരു കാര്യം, ഏറ്റവും നമ്മൾ എത്രയും വേഗത്തിൽ ഇതിനൊരു അവസാനം കൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് വലിയൊരു അപകടത്തിലേക്ക് മൂക്കുകുത്തി വീഴും. നമ്മൾ ശരിക്കും പ്രളയകാലത്ത് വെള്ളം കയറി നമ്മളെ മൂടി, നമ്മുടെ മേളിൽ കൂടെ വെള്ളം കയറി പോയതാണ്. അന്ന് നമ്മൾ നമ്മുടെ ഐക്യബോധം കൊണ്ടും നമ്മുടെ സംഘബലം കൊണ്ടും മാത്രം നമ്മൾ പിടിച്ചു നിന്നവരാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറോണ നമ്മൾ ചെറിയൊരു വൈറസ് വന്നു. ചൈനയെ പഠിക്കാൻ പോയ തൃശ്ശൂർക്കാരി ഒരു പെൺകുട്ടിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ കൊറോണ വൈറസിൻ്റെ പിടിയിൽ വന്നത്. നമ്മളത് വലിയ നിസ്സാരമാക്കി. അത് ചൈനയിൽ നിന്ന് വന്നപ്പോൾ എന്തോ ഒരു ചെറിയ കൃമികീടം ശരീരത്തൊട്ട് കയറി അവനെ നമ്മളങ്ങ് എടുത്ത് കളയും എന്ന് തീരുമാനിച്ചു. പക്ഷേ ആ കൃമികീടം അതിൻ്റെ സർവ്വസംഹാര ശക്തിയും എടുത്ത് അടരാടി എത്രയോ മനുഷ്യരുടെ മരണം ഈ കോവിഡ് കൽപ്പിച്ചു. 18-20 മാസക്കാലം നമ്മൾ കോവിഡുമായിട്ട് നടന്നു. എന്നാൽ കോവിഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു. കോവിഡിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇപ്പോൾ അതിവ്യാപകമായി അതിവേഗ സ്പീഡിൽ പ്രചരിക്കുന്ന ഈ മാരകമായ ലഹരിയാണ്, രാസലഹരി. അപ്പോൾ ഈ ലഹരി, ഓരോ ലഹരി ആളുകൾ ഉപയോഗിച്ച് കഴിയുമ്പം അതിനകത്ത് അവർക്കൊരു കിക്ക് കിട്ടത്തില്ല. വലിയ കിക്ക് കിട്ടാൻ വേണ്ടി വലിയ വലിയ ലഹരിയിലേക്ക് അവർ പോകും. അതിന് അവർ യഥാർത്ഥത്തിൽ ഈ ലഹരി ഉപയോഗിക്കാത്ത ആൾക്കാരും ഇതിൻ്റെ കച്ചവടക്കാരായിട്ടുണ്ട്. അവരുടെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പള്ളിക്കൂട വരാന്തകളിലും ചെറിയ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും കലാലയങ്ങളുടെ വരാന്തകളിലുമൊക്കെ തന്നെ ചെറിയ ചെറിയ മിഠായിയുടെ രൂപത്തിൽ ഈ ലഹരി മിക്സ് ചെയ്ത് കുട്ടികളോട് വളരെ സ്നേഹം അഭിനയിച്ച് കൊടുക്കും. മോളെ ചക്കരെ കുട്ട ഇതൊന്ന് കഴിച്ചു നോക്കി, ഭയങ്കര രസമായിരിക്കുന്നു. ആദ്യം കുട്ടികൾ വേണ്ടെന്ന് പറയും. 2-3 ദിവസം നിർബന്ധിക്കുമ്പോൾ നമ്മളങ്ങനെയാണ്. കുറേ നിർബന്ധിച്ചാൽ നമ്മൾ പിന്നെ അല്ലേ നമ്മൾ പോട്ടെന്ന് വിചാരിക്കും. അപ്പോൾ വാങ്ങിച്ച് കഴിക്കും. ഒരു 4-5 ദിവസം ആകുമ്പോൾ ഇത് കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഒരു അഡിക്ഷൻ ചെറുതായിട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരപരിചിതനെയും എൻ്റർടൈൻ ചെയ്യരുത്. പണ്ടത്തെ കാലമല്ല, ഇത് വല്ലാത്ത അപകടം പിടിച്ച ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അമ്മമാർ സ്കൂൾ ബാഗുമായിട്ട് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കണം. ഒരു മുറി അടച്ച് ഒരു കുട്ടി മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ കുത്തി നോക്കി മുറിക്കുള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുറി തുറന്ന് നോക്കണം കുട്ടി എന്താ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം കുട്ടികളെ പീഡിപ്പിക്കണമെന്നല്ല. ഇപ്പോഴത്തെ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക്കാണ്. ഇപ്പം നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡീൽ ചെയ്യുന്നില്ലേ, സൂക്ഷിച്ച് ഡീൽ ചെയ്യണം എന്ന് പറയുന്ന പോലെയാണ്. വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. മാത്രമല്ല നിങ്ങളെപ്പോഴും അവരുടെ കാര്യത്തിലൊരു കണ്ണ് വേണം. നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിക്കൂടത്തിൽ പോകാത്തവരാണ് മിക്ക പേരൻസും. അങ്ങനെ പോരാ. ക്ലാസ്സിലെ അധ്യാപകരാണെങ്കിലോ ഈ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ മാറ്റങ്ങൾ പെട്ടെന്ന് അധ്യാപകർക്ക് മനസ്സിലാകും. അതുകൊണ്ട് അധ്യാപകർ അത്യാവശ്യം ഒരു ചൂരൽ പിടിച്ച് കുട്ടികളുടെ ഇടയിലൂടെ നടക്കണം. അമ്മമാർ ചൂലുമായിട്ട് നാട്ടിലിറങ്ങണം. ഇതേപോലുള്ള നെറികെട്ടവന്മാർ നാട്ടിലുണ്ടെങ്കിൽ അവന്മാരെ ചൂലുകൊണ്ട് അടിച്ചു ഓടിക്കാൻ അമ്മമാർക്ക് കഴിയണം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വിനാശകരമായ ഒരു രാസലഹരിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ 7 അല്ലെങ്കിൽ 12 കൊല്ലം, നിങ്ങൾക്കറിയുന്ന പോലെ ലോകാരോഗ്യ സംഘടനയൊക്കെ നമുക്കിപ്പോൾ ഒരു 85, 90, 95 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. ഇപ്പം 110 വയസ്സുള്ള ഒരു മനുഷ്യൻ ഈ അടുത്തിടെയാണ് തൃശ്ശൂർ മരിച്ചത്. അപ്പോൾ ആളുകൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. നമ്മൾ നല്ല സമീകൃത ആഹാരമൊക്കെ കഴിച്ച് വളർന്ന ആൾക്കാരാണ്. ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മുടെ. ഇപ്പോഴാണ് നമ്മൾ ന്യൂഡിൽസും പുതിയ ഫുഡുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ ഈ യാത്ര തുടങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും 10-300 കുട്ടികൾ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ ഈ ലഹരി കഴിക്കുക. ഈ ലഹരി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലഹരി ശരീരം തകർത്ത് കളയും. നമ്മുടെ കൈകാലുകളൊക്കെ ഇങ്ങനെ പിരിഞ്ഞു, വല്ലാതെ നമ്മുടെ ചില പാമ്പ് ഇഴഞ്ഞു കിടക്കത്തില്ലേ,
പിണഞ്ഞു കിടക്കുന്ന പോലെ പിണയും. അതുപോലെ കണ്ണുകളൊക്കെ ഇങ്ങനെ തള്ളി വരും, തലച്ചോറ് തല്ലി പൊടിച്ചു പോകും. മാത്രമല്ല ശരീരം മുഴുവൻ ഈ അക്രമകാരിയായ ഈ മാരക രാസലഹരി തകർത്ത് തരിപ്പണമാക്കി ആരോഗ്യം മുഴുവൻ ക്ഷയിച്ച് ഒരു 7-8 കൊല്ലക്കാലം കൊണ്ട് അകാലത്തിൽ മരണമടഞ്ഞു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കടന്നു പോകും ഒരാൾ. അപ്പോൾ നമ്മുടെ കുട്ടികൾ 1-2 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ മിക്ക വീടുകളുള്ളത്. ഒരു ന്യൂക്ലിയർ കുടുംബം, ന്യൂക്ലിയർ ഫാമിലിയൊക്കെ വന്നതിൻ്റെ കുഴപ്പമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് അമ്മാമ്മമാരും അതുപോലെ ബന്ധുക്കളൊക്കെ ഉണ്ടാകും. അവർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. മീശക്കാരനായ അമ്മാമ്മ എന്ന് വാടിയിങ്ങ്, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ടീച്ചർ ആരാ? മര്യാദയ്ക്കൊക്കെ പള്ളിക്കൂടത്തിൽ പോകണം, അല്ലെങ്കിൽ അമ്മാവൻ അങ്ങോട്ട് വരും. ഇങ്ങനെയൊക്കെ പെൺകുട്ടികളോട് പറയുന്ന ഒരു അമ്മാവൻ, ഒരു കിട്ടുണ്ണി അമ്മാവൻ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ആ കിട്ടുണ്ണി അമ്മാവൻ ഈ നാട്ടിൽ നിന്ന് നാട് വിട്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. അമ്മാവനോട് ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെയാണ് നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഇയാൾക്ക് അറിഞ്ഞിട്ട് എന്തോ കാര്യം എന്ന് ചോദിക്കും. അല്ല, ഞാൻ സ്കൂളിലോട്ടൊന്ന് വരുന്നുണ്ട്, എന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഈ കുട്ടികൾ കുറച്ചുകൂടെ റെസിസ്റ്റ് ചെയ്ത് തുടങ്ങിയ കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുരക്ഷാ കവചം നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു കാലത്ത് നമ്മുടെ വീടുകളുണ്ടായിരുന്നു. ആ കവചം കീറിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ കീറിക്കളഞ്ഞു. അപ്പോൾ പുതിയൊരു കാലമാണ്. ഇനി പറഞ്ഞിട്ട് കാര്യം, ഇനി നമുക്ക് തിരിഞ്ഞു പോകാൻ ഒക്കില്ല. പക്ഷെ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ യാത്ര SKN40 തൃശൂർ ജില്ലയിൽ പര്യടനത്തിലാണ്. ഇപ്പോൾ തൃശൂരിൽ മുരിയാട് പഞ്ചായത്ത് ഹാളിൽ SKN സംസാരിക്കുകയായിരുന്നു.